മമ്മൂട്ടിയെ നായകനാക്കി വൈശാഖ് ഡയറക്റ്റ് ചെയ്ത് നാളെ റിലീസിനെത്തുന്ന സിനിമയാണ്. നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു. എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ടർബോ ഈ സിനിമ നോക്കുകയാണെങ്കിൽ ഈ സിനിമയ്ക്ക് വളരെ ഹൈപ്പ് ഈ സിനിമയ്ക്ക് ഇപ്പം തന്നെ ഉണ്ട്. അതിന് മെയിനായിട്ടുള്ള കാരണം നോക്കുകയാണെങ്കിൽ വൈശാഖും മമ്മൂട്ടിയും ഒന്നിക്കുന്നു തന്നെയാണ്. നോക്കുകയാണെങ്കിൽ വൈശാഖ് അദ്ദേഹത്തെ ഫസ്റ്റ് ഫിലിം തന്നെ മമ്മൂട്ടിയും പൃഥ്വിരാജും വെച്ചുകൊണ്ട് പോക്കിരി രാജയായിരുന്നു. നിങ്ങൾക്കറിയാം പടം എന്ത് വലിയ ഹിറ്റായിരുന്നുള്ള കാര്യം. സോ വർഷങ്ങൾക്ക് ശേഷം ഇവർ വീണ്ടും ഒന്നിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൻ്റെ മെയിനായിട്ടൊരു കാരണം. പിന്നെ നോക്കുകയാണെങ്കിൽ മിഥുൻ മാനുവൽ തോമസ് ആണ് ഈ സിനിമയിൽ കഥ എഴുതിയിരിക്കുന്നത്. ആൻഡ് ഇത് നോക്കുകയാണെങ്കിൽ പക്ക ഒരു ആക്ഷൻ ഫിലിമാണെന്ന് അദ്ദേഹം തന്നെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. ആൻഡ് മമ്മൂട്ടിയുടെ പ്രായം ഒന്നും കണക്കിലെടുക്കാതെ തന്നെ അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടി നന്നായിട്ട് ആക്ഷനും കൈകാര്യങ്ങളും എല്ലാം തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഈവൻ അദ്ദേഹം തന്നെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സിനിമയിൽ ആക്സിഡൻ്റൊക്കെ പറ്റേണ്ടിയിരുന്നു പണ്ട് ഡ്രിഫ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ കുറച്ച് നല്ലപോലെ എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ഒരു സിനിമയാണ് ടർബോ. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ സിനിമ മമ്മൂട്ടി കമ്പനിയുടെ അണ്ടറിൽ നിന്ന് വരുന്ന 5ാമത്തെ സിനിമയാണ്. ഇതുവരെ വന്ന 4 സിനിമകളും വളരെയധികം പ്രേക്ഷക സ്വീകാര്യത നേടിയ ക്രിട്ടിക്കലിയൊക്കെ ഒരുപാട് അക്ലെയിം നടത്തിയ ഒരു സിനിമയായിരുന്നു. എല്ലാം നല്ല പേരെടുത്ത് നല്ല മൂവീസായിരുന്നു സെലക്ട് ചെയ്യുന്നൊരു പ്രൊഡക്ഷൻ ഹൗസാണ് മമ്മൂട്ടി കമ്പനി. സോ അവരുടെ കീഴിൽ നിന്നൊരു ആക്ഷൻ സിനിമ എന്നൊരു ഹൈപ്പും ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇതിനൊക്കെ പുറമെ ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈപ്പ് നോക്കുകയാണെങ്കിൽ രാജ്ബി ഷെട്ടി, അദ്ദേഹം ഈ സിനിമയിൽ ഒരു പ്രധാന വില്ലനായിട്ട് വരുന്നു. വെട്രിവേൽ ഷൺമുഖ സുന്ദരം എന്ന കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. ആൻഡ് അദ്ദേഹം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വളരെ വലിയൊരു ഫാൻ ബേസ് ആക്ച്വലി മലയാളത്തിൽ തന്നെ ഉണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ സുനിൽ എന്ന ആക്ടർ ഈ സിനിമയ്ക്കകത്ത് ഫസ്റ്റായിട്ട് മലയാള സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ആവുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ സിനിമയുടെ ഹൈപ്പ് എന്ന് പറയുന്നത് അത്ര ചെറുതൊന്നുമില്ല, കുറച്ച് വലിയ ഹൈപ്പിൽ തന്നെയാണ് സിനിമ റിലീസാവുന്നത്. അതുപോലെ തന്നെ വൈശാഖ് എന്ന ഡയറക്ടറിൻ്റെ ഒരു വലിയ കംബാക്ക് ആണെന്നും നമുക്ക് വിശ്വസിക്കാം. കാരണം 2016 പുലിമുരുകനിലൂടെ മലയാള സിനിമ ആദ്യമായിട്ട് 100 കോടി എത്തിച്ച ഡയറക്ടർ അദ്ദേഹമായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സിനിമകളൊന്നും അത്ര അങ്ങോട്ട് ഒരു വലിയൊരു സക്സസ്സോ വലിയൊരു റെക്കോർഡ് ബ്രേക്കിംഗ് കളക്ഷൻസോ ഒന്നും അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഹിറ്റുകളുണ്ടായിരുന്നു, സക്സസ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നെങ്കിലും ഒരു വലിയൊരു ബ്രേക്ക് ഈവൻ ഒന്നും സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. സോ ഓഫ് കോഴ്സ് ഇത് വൈശാഖ് എന്ന ഡയറക്ടറിൻ്റെ ഒരു കംബാക്കായിട്ട് കാണാൻ കഴിയുന്ന ഒരു സിനിമയും കൂടെ ആയിരിക്കാം. ആൻഡ് പിന്നെ ഈ സിനിമയുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് ചോദിക്കുകയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് ഏകദേശം 70 കോടി രൂപ ബഡ്ജറ്റിലാണ് ഈ സിനിമ ഒരുങ്ങുന്നത്. 70 കോടി രൂപയാണ് സിനിമയ്ക്ക് മുടക്കിയിരിക്കുന്നത്. സിനിമയുടെ കാർ ചേസും ഫൈറ്റ് സീക്വൻസും എല്ലാം തന്നെ ഉണ്ട്. ട്രെയിലർ തന്നെ കുറച്ച് ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ള ഒരു ട്രെയിലർ തന്നെയാണ് നമുക്ക് തന്നിരുത്തുണ്ടായിരുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ സിനിമയുടെ ഡ്യൂറേഷൻ ഏകദേശം 2 മണിക്കൂർ 42 മിനിറ്റാണ് ഈ സിനിമയുടെ റണ്ണിങ് ടൈം എന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ മമ്മൂട്ടി നോക്കുകയാണെങ്കിൽ ടർബോ ജോസ് എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് വരുന്നത് ഒരു ലോക്കൽ ഡ്രൈവറായിട്ടാണ് അദ്ദേഹം വരുന്നത്. ആൻഡ് നാട്ടിൽ കുറച്ച് കൈക്കരുത്തുള്ള എല്ലാ പ്രശ്നങ്ങളും ഇടപെടുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ഈ കഥാപാത്രം മമ്മൂട്ടി തന്നെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ചെന്നൈയിലേക്ക് പോവുകയും അവിടെ വലിയൊരു പ്രശ്നത്തിൽ ഇടപെടുകയും ആൻഡ് അങ്ങനെ നമ്മളുടെ മെയിൻ വില്ലനായ നമ്മളുടെ വെട്രിവേൽ എന്ന് പറയുന്ന നമ്മുടെ രാജീവ് ഷെട്ടി ചെയ്ത കഥാപാത്രം ഇവരെ തിരക്കി വരുന്നതായിട്ടുള്ളൊരു കഥയാണ് ഈ സിനിമയിൽ എടുത്തുകൊണ്ട് വരാൻ പോകുന്നത്. സോ ബേസിക്കലി നോക്കുകയാണെങ്കിൽ ഇതൊരു ഹീറോ വില്ലൻ ഫൈറ്റ് പഴയ ആ ഒരു കഥയെ ഒരു പുതിയ കുപ്പിക്കകത്ത് അടച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്തൊരു സിനിമ തന്നെ ആയിരിക്കും. വൈശാഖിൻ്റെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട് ഈ സിനിമയുടെ ആക്ഷൻസ് ഇനി വരുന്ന സിനിമകൾക്കൊരു ഒരു പ്രചോദനമായേക്കാം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സോ സിനിമയുടെ എക്സ്പെക്റ്റേഷൻ വളരെ വലുത് തന്നെയാണ്. സോ നിങ്ങൾ എത്ര പേര് സിനിമ ഫസ്റ്റ് ഷോയ്ക്ക് പോകുന്നുള്ള കാര്യം തീർച്ചയായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എത്ര പേര് ഈ സിനിമ കാണാൻ എക്സൈറ്റഡ് ആണുള്ള കാര്യം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. സോ മറ്റൊരു ദിവസം മറ്റൊരു കാണാതെ വരേക്കും. ബൈ.